ഹായ് ഓൾ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വഴനയിലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള വഴനയിലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം എടുത്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞു പഴമാണ് എടുത്തേക്കുന്നത്. വലിയ പഴമാണെങ്കിൽ ഒരു 5-6 എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടിയിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉണ്ട ശർക്കരയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. വെള്ളം ഇട്ട് തിളപ്പിച്ച് അരിച്ചെടുത്താണ്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങ മൊത്തമാണ് എടുത്തേക്കുന്നത്. നമുക്കിത് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. ഇതിൽ വെള്ളവും കുറച്ച് പറ്റിച്ചെടുക്കണം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുഞ്ഞു പഴമായതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. വലിയ പഴമാണെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചിടാം. ഇനി നമുക്കിത് ഉടച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉടച്ചെടുക്കാൻ. പഴം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആറാൻ വയ്ക്കാം. ഇനി ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ആറിക്കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ആദ്യം നമുക്ക് കുറച്ച് മിക്സ് ആക്കിയിട്ട് പിന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മധുരം പോരെങ്കിൽ കുറച്ചുകൂടെ ശർക്കര ഇട്ട് കൊടുക്കാം. നേരത്തെ ശർക്കര ചേർത്തുകൊണ്ട് അധികം ശർക്കര ഇതിൽ ചേർക്കണ്ട. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്കയൊക്കെ ചേർക്കാവുന്നതാണ്. ഈ ഒരു പരുവം മതി. ഒത്തിരി അങ്ങ് ലൂസ് ആക്കണ്ട, ഇല്ലെങ്കിൽ ഇലയിൽ നിൽക്കത്തില്ല. ഇനി നമുക്ക് ഇഡലിക്കുട്ടകം ചൂടാകാൻ വയ്ക്കാം. ഇതുപോലൊരു പാത്രം അതിനകത്ത് വെക്കണം. ഇനി നമുക്ക് കുറച്ചായിട്ട് മാവെടുത്ത് ഇലയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മടക്കി ഇഡലിക്കുട്ടകത്തിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. നമ്മുടെ ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.